പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ആ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളത്, അല്ലെ? വരവ് ചെലവുകള് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? അക്കൗണ്ടിങ്. അത് ഏറ്റവും സിമ്പിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ടൻസിലേക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പോവാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഡെഫിനിഷൻ. ഇപ്പൊ നമുക്കറിയാം അക്കൗണ്ടിങ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടി. വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ത്? അക്കൗണ്ടിങ് എന്നുള്ളത്. എന്നാൽ അതിന്റെ ശരിയായ, അതിന്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മീനിങ് എന്താണ് ആക്ച്വൽ അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഡെഫിനിഷൻ, ഒരു നിർവചനം നോക്കാം. എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് AICPA എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. എന്താണ് AICPA ഫുൾ ഫോം? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഒരു അക്കൗണ്ടന്റ്മാരുടെ ഒരു കൂട്ടായ്മയാണത്, അമേരിക്കൻസ്, അല്ലെ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നുള്ളത്. അപ്പൊ അവരാണ് വേൾഡ് വൈഡ് അംഗീകരിക്കുന്ന, അതായത് ലോകത്തെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഡെഫിനിഷൻ, ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ അക്കൗണ്ടിങ്ങിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. എന്താണ്? അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അപ്പൊ നിങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാതിന് ഭാഗമായിട്ട് പഠിക്കും, ഓരോ പാർട്ടായിട്ട് പഠിക്കാം. ഫസ്റ്റ് എന്താണ്? അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡ്. ഇതൊരു കലയാണ്. എന്തിന്റെ കലയാണ്? റെക്കോർഡിംഗ്, രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കലയാണ് എന്ത്? അക്കൗണ്ടിങ് എന്നുള്ളത്. ക്ലാസിഫൈങ്, എന്ത് ചെയ്യണം? അതിനെ തരം തിരിക്കുന്നു. സമ്മറൈസിങ്, ചുരുക്ക രൂപത്തിൽ ഉണ്ടാക്കുന്നു. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, ഒരു പ്രത്യേക രീതിയിൽ, എങ്ങനെയെങ്കിലും അല്ല, ഒരു പ്രത്യേക രീതിയിൽ. ഇൻ ടേംസ് ഓഫ് മണി, അത് ഏത് രൂപത്തിലാണ്? ഇൻ ടേംസ് ഓഫ് മണി, ക്യാഷ് രൂപത്തിൽ, മണി രൂപത്തിലാണ്. അപ്പോ ക്യാഷ് അല്ലാത്തവ എന്ത് ചെയ്യുന്നില്ല? രേഖപ്പെടുത്തില്ല എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, അല്ലെ? ട്രാൻസാക്ഷൻ ഇവന്റ്സ് എന്താണ്? അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof എന്നുള്ളത്, ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുക? വിശകലനം ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്നതാണ് എന്ത്? അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നുള്ളത്. ജസ്റ്റ് നോക്കാം, ചില കാര്യങ്ങൾ മാത്രം എന്താണ് ഒരു വേറെ കളർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാല് രേഖപ്പെടുത്തുക എന്നുള്ളത്. രണ്ടെന്താണ്? ക്ലാസിഫൈ, എന്താണ്? തരം തിരിക്കുക എന്നുള്ളത്. മൂന്ന്, സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാല് സമ്മറി ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് ചുരുക്ക രൂപം തയ്യാറാക്കുക. മറ്റൊന്നാണ് ഇന്റർപ്രറ്റിംഗ്, എന്താണ്? വിശകലനം ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. എന്താണെന്ന് പറഞ്ഞു നോക്കുക. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ in part at least of a financial character and interpreting the result thereof എന്നുള്ളത്. ഇത് പ്രത്യേകമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കും. Then നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്, അല്ലെ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ഒന്ന്, ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം?
ഐഡന്റിഫൈ, തിരിച്ചറിയണം. ഐഡന്റിറ്റി കാർഡ് കേട്ടിട്ടില്ലേ? അതുപോലെ ഐഡന്റിഫൈ ആൻഡ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. എന്താണ്? സാമ്പത്തികപരമായ ഇടപാടുകൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതെന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അവിടെ കാണാം ബ്രാക്കറ്റിൽ ഇക്കണോമിക് ഇവന്റ് എന്ന് കാണാം. നമ്മുടെ സ്ഥാപനത്തിൽ എക്കണോമിക് ഇവന്റ് ഉണ്ടാവും, നോൺ എക്കണോമിക് ഇവന്റ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മള് മാനേജർക്ക് സാലറി കൊടുക്കുന്നു. മാനേജർക്ക് സാലറി കൊടുക്കുന്നു. അവിടെ എന്താണ്? ഒരു പണം ഇടപാടുണ്ട് അല്ലെ? ഒരു പണം കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ഇറ്റ്സ് എൻ എക്കണോമിക് ഇവന്റ്. എന്നാൽ ഒരു മാനേജറെ റിസൈൻ ചെയ്തു, അയാൾ എന്താണ്? റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ എന്താണ്? പിരിഞ്ഞു പോയ അയാള്. അപ്പൊ അവിടെ നമുക്കൊരു പണം ഇടപാട് വരുന്നത്, ആള് റിസൈൻ ചെയ്ത് പോവാണ്, ഞാൻ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? അവിടെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലൊരു തർക്കം നടക്കുന്നു. ഇതൊക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്ത് വെക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എക്കണോമിക് ഇവന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതെന്ത് ചെയ്യാം? റെക്കോർഡും ചെയ്യാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചാൽ മാത്രം പോരാ, അതിനെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ, തരം തിരിക്കണം. ഓക്കെ, നമുക്കറിയാം, നമ്മൾ കുറച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരു സ്ഥാപനം എടുക്കുക, വാങ്ങൽ വിൽക്കൽ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ വാങ്ങൽ, പർച്ചേസ് ഉണ്ട്, സെയില്, വിൽപ്പനയുണ്ട്, ക്യാഷിന്റെ കൊടുക്കല്, ക്യാഷ് വാങ്ങല്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇപ്പൊ പെട്ടെന്ന് ചോദിക്കാണ് ക്യാഷ് മാത്രമായിട്ട് ഏതാണ്? പിടികിട്ടൂല. കാരണം എല്ലാം മിക്സ് ആയിട്ട് കിടക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ തരംതിരിക്കുക. ക്യാഷ് വേറെ, ബാങ്കുമായി ബന്ധപ്പെട്ടവ വേറെ, പർച്ചേസിന് വേറെ കാണിക്കുക, സെയിൽസിന് വേറെ കാണിക്കുക. ഇങ്ങനെ എന്താണ്? ചെലവുകൾ വേറെ കാണിക്കുക, വരുമാനങ്ങൾ വേറെ കാണിക്കുക. ഇങ്ങനെ എന്താണ്? ഓരോന്നും എന്താണ്? തരം തിരിക്കുക. അപ്പോ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ, തരം തിരിച്ചു. മൂന്നാമതാണ് സമ്മറൈസിങ്. എന്താണ്? സമ്മറി, ചുരുക്ക രൂപത്തിലാക്കുക. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു ഫിലിമിന്റെ സമയം എത്രയാണ്? 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ. ആ ഫിലിമിന്റെ കാര്യം എന്താണ്, തീം എന്താണ് എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എത്ര സമയം എടുക്കും? ഈ 2.5 മണിക്കൂർ വേണോ? വേണ്ട. നമുക്ക് എന്താണ്? 2, 3, 4 മിനിറ്റ് മതി. അതേപോലെ ഒരു വർഷത്തെ ഒരു സ്ഥാപനത്തിന്റെ കണക്കുകള് നമ്മളിപ്പോ എഴുതി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ എന്താണ്? ഒരു ബണ്ടിൽ തന്നെ ഉണ്ടാവാം. അപ്പൊ അതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് മാനേജർ മുമ്പിൽ ഇതാണ് ഈ വർഷത്തെ ഇടപാടുകൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു വിവരം കണ്ടെത്തി എടുക്കാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സമ്മറി, എന്താണ് അവസാനം ഒരു സമ്മറി നമ്മൾ എന്ത് ചെയ്യാം? തയ്യാറാക്കി കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ചെലവുകൾ, എക്സ്പെൻസുകൾ. ഇപ്പൊ നമ്മൾ എന്താണ്? പേന വാങ്ങുന്നു, പെൻസിൽ വാങ്ങുന്നു, ഓട്ടോ ചാർജ് കൊടുക്കുന്നുണ്ട്, കറണ്ട് ബില്ല് അടക്കുന്നുണ്ട്, വാട്ടർ ബില്ല് അടക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലീനിങ്ങിന്റെ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ റിപ്പയറിംഗ് ചാർജുകൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നവയാണ്. ഇതൊക്കെ ഓരോന്നാണ്. നമ്മൾ ഇതെല്ലാം ഒരൊറ്റ പേരാക്കി എക്സ്പെൻസ്, ചിലവുകൾ. ആ ചിലവുകൾ എന്ന് പറയുന്നതാണ് ഒരൊറ്റ സംഖ്യ. ഇപ്പൊ എന്താണ്? അതിന്റെ ചുരുക്കമായി അല്ലെ? അതേപോലെ ആ ഒരു ഇടപാടുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചുരുക്ക രൂപം തയ്യാറാക്കുക. അതാണ് എന്ത്? സമ്മറൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നെന്താണ്? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താണ്? ചിലവുകൾ ഇത്ര സംഖ്യയായി അല്ലെ? അതിപ്പോ ഒരു 50,000 രൂപ ഈ വർഷം ചെലവ് വന്നിട്ടുണ്ട്. എന്നാൽ 48,000 രൂപ വരുമാനം ഉണ്ടായിട്ടുള്ളൂ. എവിടെയാണ് നമുക്ക് ചെലവ് കൂടിയത്? അടുത്ത വർഷം എവിടെ നമുക്ക് ചെലവിനെ കുറയ്ക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് നമുക്ക് വരുമാനം കുറഞ്ഞു? ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? അതിനെ സ്റ്റഡി ചെയ്യാം. ഇനി അതല്ല, നമ്മൾ 1, 2 വർഷമായി നടന്നു പോരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കഴിഞ്ഞ വർഷവുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. കഴിഞ്ഞ വർഷം ഇത്ര ലാഭം ഉണ്ടായിരുന്നു, ഈ വർഷം കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ്, എന്തുകൊണ്ട്? ഇതൊക്കെ എന്ത് ചെയ്യാം? സ്റ്റഡി ചെയ്യുക. അതാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത്. ദ ലാസ്റ്റ് ഓപ്ഷൻ കമ്മ്യൂണിക്കേറ്റ്. എന്ത് ചെയ്യാ? ആശയവിനിമയം നടത്തുക. കാരണം അക്കൗണ്ടന്റ് അല്ല ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതാരാണ്? മാനേജ്മെന്റ് ആണ്. അപ്പോ ഈ അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? ആ ഒരു കാര്യങ്ങൾ ആരെ അറിയിക്കണം? മാനേജ്മെന്റിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രവൃത്തി കൂടി അടങ്ങിയതാണ് എന്ത്? നമ്മളെ അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, ദിസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ ആയി പെട്ടെന്ന് പറയാം. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്,
സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞ 5 കാര്യങ്ങളാണുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ. നമുക്കറിയാം ഇങ്ങനെ അക്കൗണ്ട് എല്ലാം ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എഴുതി വെക്കുക. എന്ത് നടന്നാൽ നമ്മൾ റെക്കോർഡ് എഴുതി വെക്കാം. ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ നമുക്ക് എന്താണ് ലാഭം? നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു 6 പോയിന്റുകൾ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നും എന്താന്നുള്ളത്. മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എന്താണ് അക്കൗണ്ടിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ല, സിമ്പിളായി മാറ്റിയ ബിസിനസ് റെക്കോർഡ്. നമ്മളെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ വിവരങ്ങളും എന്താണ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അന്ന് നടന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് എടുത്തു നോക്കാം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്. രേഖകള് സൂക്ഷിക്കുന്നുണ്ട് എവിടെ? അക്കൗണ്ടിങ്ങില്. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ആ സംഖ്യ എത്രയായിരുന്നു, അന്ന് അയാൾ എത്രയാണ് തന്നത്, ഇതൊക്കെ നമുക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാകും? അക്കൗണ്ടിങ് റെക്കോർഡ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട്. അസർടൈൻ ചെയ്യുന്ന പറയുന്നത് കണ്ടെത്തുക. നമുക്കറിയാം ഫൈൻഡ് ഔട്ട്, കാൽക്കുലേറ്റ് എന്നൊക്കെ പറയും. നമുക്ക് സ്ഥാപനത്തില് ലാഭമാണോ നഷ്ടമാണോ എന്നത് ചെയ്യുക, കണ്ടുപിടിക്കുക. ലാഭമോ നഷ്ടമോ എന്നത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതാണ് മറ്റൊരു ലക്ഷ്യം എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തത് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, രേഖകൾ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കുന്നു. രണ്ടാമതാണ് അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട്. റിസൾട്ട് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ലാഭമോ നഷ്ടമോ. നമ്മുടെ സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയാൽ അറിയാൻ പറ്റും? അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളത്. നമുക്കറിയാം ലാഭം എങ്ങനെ കണക്കാക്കാം? വരുമാനങ്ങൾ കൂട്ടി നോക്കുക, ചെലവുകളും കൂട്ടി നോക്കുക. ഇവ തമ്മിലെ വ്യത്യാസമാണെന്ത്? ലാഭം നഷ്ടം എന്നുള്ളത്. വരുമാനം കൂടുതലാണെങ്കിൽ എന്താണ്? നമുക്കവിടെ ലാഭമായിരിക്കും. ചെലവ് കൂടുതലാണെങ്കിലോ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പൊ അത് അറിയാൻ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ഡിറ്റർമൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നമ്മൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിയുടെ വീട് എന്താണ്? വലിയൊരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് 2 നില വീടാണ്, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, കാറ്, മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു കുടിൽ അപ്പുറത്തുണ്ട്. അപ്പൊ നമുക്കിത് പറയാം, ഇവരെന്താണ്? സാമ്പത്തികമായി എന്താണ്? മെച്ചപ്പെട്ടവരാണെന്ന് പറയാം അല്ലെ, 2 നിലയുള്ളവര്. മറ്റു ആളുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ സാമ്പത്തികമായിട്ട് കുറവുള്ളവരാണെന്ന് പറയാം. അതേപോലെ ഒരു സ്ഥാപനത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സ്ഥാപനം എന്താണ്? മെച്ചപ്പെട്ട നിലയിലാണ്. ഈ സ്ഥാപനം എന്താണ്? വളരെ മോശമായ നിലയിലാണ്. നമുക്ക് എവിടെ നോക്കി പറയാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിങ് നോക്കി നമുക്ക് പറയാൻ സാധിക്കും. Then provide information to various parties. പല ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവരങ്ങൾ നൽകാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് എന്താണ്? തീരുമാനമെടുക്കണം. അവർക്ക് എന്ത് ആവശ്യമാണ്? നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് അവസ്ഥ എന്താണെന്ന് അറിയണം. അത് ആരാ കൊടുക്കുക? അക്കൗണ്ടിങ് ആണ് കൊടുക്കുന്നത്. മറ്റൊന്ന് മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. കുറെ നിയമപരമായ കാര്യങ്ങളുണ്ട് അല്ലെ. സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് അടക്കണം. ഇപ്പൊ നമുക്കറിയാം GST അടക്കേണ്ടതുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ അതൊക്കെ എവിടെ ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് എല്ലാം എന്താണ്? റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോ നിയമപരമായ ആവശ്യം എന്താണ്? അതും എന്താണ്? അക്കൗണ്ടിങ്ങിലൂടെ നടപ്പിലാകുന്നുണ്ട് എന്നുള്ളത്. ദെൻ മറ്റൊന്ന് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ് എന്നുള്ളത്. എന്താണത്? നമുക്കറിയാം മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ച് വിവരങ്ങൾ വേണം അല്ലെ. ആവശ്യമായുള്ള വിവരങ്ങൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം. അത് നമുക്ക് ഏതിലൂടെയാണ് അറിയാൻ സാധിക്കുക? നമ്മുടെ അക്കൗണ്ടിങ്ങിലൂടെ അറിയാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലാഭമോ നഷ്ടമോ അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക അവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കുന്നു. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. ആർക്കൊക്കെയാണോ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ അവർക്ക് എന്താണ്? വിവരങ്ങൾ നൽകുന്നുണ്ട് അക്കൗണ്ടിങ്ങിലൂടെ. മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ് എന്നുള്ളത്.
ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദെൻ അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ് എന്താണ് ഇത് സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവരെ തീരുമാനങ്ങൾ എടുക്കാൻ എന്താണ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഏരിയ നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അഡ്വാൻറ്റേജസ് പൊതുവെ നമുക്ക് എന്താ പറയാൻ പറ്റും, നമ്മളെ അഡ്വാൻറ്റേജസും ഏതുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ പോയിന്റ് എഴുതിയാൽ എന്താണ് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്നാലും അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്. അക്കൗണ്ട് കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്, എല്ലാ കാര്യങ്ങളുടെയും ഒരു രേഖ എവിടെയുണ്ട്, അക്കൗണ്ടിങ്ങിലുണ്ട് അല്ലെ. വാങ്ങിയത്, വിറ്റത്, പണം കൊടുത്തത്, പണം കിട്ടിയത് ഒക്കെ എവിടെയുണ്ട്, അക്കൗണ്ടിങ് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് ഹെൽപ്പ് മാനേജ്മെന്റ് ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻ അല്ലെ. തീരുമാനങ്ങൾ എടുക്കാൻ ആര് സഹായിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്, അക്കൗണ്ടിങ് എന്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തരും, ദ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ റിസൾട്ട് എന്താണ് അല്ലെ. നമുക്കറിയാം ഒരു വിദ്യാർത്ഥി എക്സാം എല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു റിസൾട്ട് കിട്ടും, എന്താണ് പാസ് ഓഫ് ഫെയിൽ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് എത്ര മാർക്കാണ് ലഭിച്ചു എന്നുള്ളത്, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ അല്ലെ, റിസൾട്ട്. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ റിസൾട്ട്, ആ റിസൾട്ട് എങ്ങനെയാണ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ലാഭമാണ്, അല്ലെങ്കിൽ ലോസ് നഷ്ടമാണ്, അതും എന്താണ് അക്കൗണ്ടിങ് നൽകും. ദെൻ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, സ്ട്രോങ് ആണോ അതല്ല ഡൗൺ ആണോ വീക്ക് ആണോ, നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് ക്യാഷ് മറ്റു കാലം കുറവാണോ, ഇതൊക്കെ നമുക്ക് എന്താണ് അറിയാൻ സാധിക്കുമെന്നുള്ളത്. മറ്റൊന്ന്, ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ഓവർ ഡിഫറെന്റ് പീരിയഡ്സ് ഓഫ് ടൈം ആൻഡ് വിത്ത് അതർ ഫേം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തെ മറ്റു സ്ഥാപനവുമായി നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തെ കഴിഞ്ഞ വർഷവുമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, താരതമ്യ പഠനം നടത്താനും ആര് സഹായിക്കും, അക്കൗണ്ടിങ് സഹായിക്കും. Then court accept these records as evidence in case of dispute. എന്തെങ്കിലും തർക്കങ്ങൾ ബിസിനസ്സിൽ ഉണ്ടായാൽ ആ തർക്കങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, ഒരു തെളിവായിട്ട് നമ്മൾ കോടതി എന്ത് അംഗീകരിച്ചിട്ടുണ്ട്, അക്കൗണ്ടിംഗ് രേഖകൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തെളിവായിട്ട് കോടതിക്ക് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ് അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിലും പറയാൻ പറ്റും, നമ്മുടെ ഒബ്ജക്റ്റീവ്സിലും പറയാൻ പറ്റും. അപ്പൊ ഒബ്ജക്റ്റീവ്സും അതിന്റെ അഡ്വാൻറ്റേജും എന്താണ്, ഓൾമോസ്റ്റ് എന്താണ് ഒരേപോലെ തന്നെയാണ്, ഒരേ പോയിന്റ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ലിമിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്, റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ്. എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ്ങില് ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുക. പാസ്റ്റ് ഇവന്റ് ആണ് അല്ലെ. അവിടെ നിന്നാണ് ക്യാഷ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പണം ലഭിച്ചു കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞു, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, അതൊരു ലിമിറ്റേഷൻ ആണ്. റെക്കോർഡ് ചെയ്യുന്ന പാസ്റ്റ് ഇവന്റ്സ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ റെക്കോർഡിംഗ് ഓൺലി മോണിറ്ററി ഐറ്റംസ്. നമ്മുടെ ഡെഫിനിഷൻ നമ്മൾ പരിചയപ്പെട്ടു, ഇൻ ടേംസ് ഓഫ് മണി. എന്താ ഉദ്ദേശിക്കുന്നത്, പണമിടപാടുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ പണമിടപാടുകൾ മാത്രമാണോ റെക്കോർഡ് ചെയ്യേണ്ടത്? അവിടെ എന്താണ്, പണമല്ലാത്ത ഇടപാട് വരുന്നുണ്ട്. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജറെ നമ്മളെ ബിസിനസ് ലഭിച്ചു, അയാൾ ഇതുവരെ നിന്നിട്ടുള്ള എല്ലാ സ്ഥാപനം എന്താണ് മെച്ചപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു മാനേജറെ കിട്ടിയത് നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുന്നുണ്ടോ? ഇല്ല. മോണിറ്ററി ഐറ്റംസ് മാത്രമേ റെക്കോർഡ്. അതുകൊണ്ടാണ് അതൊരു പോരായ്മയാണ്. എഫക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. പ്രൈസ് ലെവൽ ചേഞ്ചസ്, വിലയിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഭൂമി, ലാൻഡ് എപ്പോഴും വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ. നമ്മളിപ്പോ 2018 ഒരു ലാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയാണ് ലാൻഡിന്റെ വില. 2020
ആ ലാൻഡിന് ഇന്നും 10 ലക്ഷമാണോ ഉണ്ടാവുക? അല്ല. എന്നാൽ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ബുക്കിൽ ഇപ്പോഴും എന്താ കാണിക്കുള്ളൂ? നമ്മൾ അന്ന് വാങ്ങിയ അതേ വിലയിലാണ് കാണിക്കുക. അപ്പൊ അതും എന്താണ്? ഒരു പോരായ്മയാണ്. നമ്മള് വിലയിലുള്ള മാറ്റം എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന് അപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് മെത്തേഡ്. അതായത് നമുക്ക് ഇതിൽ ഒന്നിലധികം മെത്തേഡുകളുണ്ട്, രീതികളുണ്ട്. നമുക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചില സ്ഥാപനങ്ങൾ എന്താണ്? ഒരു മെത്തേഡ് യൂസ് ചെയ്യും, മറ്റു സ്ഥാപനങ്ങൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യും. അങ്ങനെ ഒന്നിലധികം മെത്തേഡ് ഉള്ളത് കൊണ്ട് ഇതെന്താണ്? ഇത് നമുക്ക് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്, എഫക്റ്റീവ് ആയ രീതി ആവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും എന്താണ്? മറ്റൊരു പോരായ്മയാണ്. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ, അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ. 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്.